സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുക. കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങൾ ആണ് റിസർച്ച് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ജാതി സെൻസസ്? കഴിഞ്ഞ ഇന്ത്യയിൽ 4 ജാതിയേ ഉള്ളൂ. ഈ പറഞ്ഞത് ആരാണ്? നിങ്ങൾ കഴിഞ്ഞ പാർലമെന്ററി പ്രൊസീഡിങ്സ് എടുത്തു നോക്കണം. എല്ലാ പ്രസംഗവും രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നത് ജാതി സെൻസസിലായിരുന്നു. അദ്ദേഹം വളരെ വികാരപരമായി ചില പ്രസംഗങ്ങൾ, എന്തിന് നമ്മുടെ വളരെയേറെ അപഹസിക്കുകയുണ്ടായി. ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ കുറിച്ചും ആ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു പാർലമെന്റിൽ. എന്തുമാത്രം പരിഹാസമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്, എത്രമാത്രം അപഹസിച്ചു അദ്ദേഹത്തെ. ഈ ജാതി സെൻസസ് രാജ്യത്തെ ഹിന്ദുക്കളെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയിൽ 4 ജാതി മാത്രമേ ഉള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയാണ്. രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി പറഞ്ഞ ഓരോ വാചകങ്ങളെയും കടന്നാക്രമിക്കുകയായിരുന്നു BJPയുടെ സമൂഹ മാധ്യമങ്ങൾ എല്ലാ പ്രാവശ്യവും. പക്ഷെ പൊടുന്നതിനെ അവർ ജാതി സെൻസസ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ അതിലും വേറെ ഒന്നും കാണാനല്ല ഇപ്പം ആഗ്രഹിക്കുന്നത്. കോസ് നടന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഉയർത്തിയ, ഇന്ത്യ മുന്നണി ഉയർത്തിയ, ഇന്ത്യ രാജ്യം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു കോസിൻ്റെ സ്ഥാപനം. അപ്പോൾ ഞങ്ങളെടുത്ത നിലപാടുകളുടെ ഏറ്റവും ശരിയായ അർത്ഥത്തിൽ അംഗീകാരം, അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമൻ റിസർവേഷൻ ബില്ല് പറഞ്ഞതുപോലെയല്ല. 2023 വിമൻ റിസർവേഷൻ ബിൽ പാസ്സാക്കിയിട്ട് 3 വർഷമാകാൻ പോവാണ്. എന്നത് പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് ഒരു ചിത്രവുമില്ല. കാരണം സെൻസസ് വേണമെന്നാണ് അവർ പറയുന്നത്. ഇനി ഡീലിമിറ്റേഷന് കാത്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബില്ല് പാസ്സാക്കിയിട്ട് കേരളത്തിന്, ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നിലേക്ക് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അവകാശം തരുന്നു പറഞ്ഞിട്ട് ആ അവകാശം ഒരു കിട്ടാക്കനിയായിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ ആയിട്ട് കാര്യമില്ല. ഒരു ടൈം ലൈൻ വേണം ഇതിനകത്ത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി നാളെ വീണ്ടും കൂടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്. ഇത് കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ജാതി സെൻസസ് അത് സർവേയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായി അശാസ്ത്രീയമായി നടപ്പിലാക്കിയതാണ്. ജനങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ടെന്നാണ് ഇന്നലെ ഞാൻ പ്രിയങ്കരനായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് വളരെ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ. അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. തെലങ്കാനയിൽ നടത്തിയ കാസ്റ്റ് സർവേ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വരട്ടെ, ബോധ്യപ്പെട്ടെ. അത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ല യഥാർത്ഥമായിട്ടുള്ള സത്യത്തിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കാസ്റ്റ് സെൻസസ്. തെലങ്കാന കാസ്റ്റ് സെൻസസിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ സർവേയിലൂടെ വരുന്നത്. കർണാടകത്തിലൂടെ തന്നെ എവിടെയെങ്കിലും പാകപ്പെടേണ്ടെങ്കിൽ അത് തിരുത്താമല്ലോ. കോസ് ക്ലിയറാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എക്സ്റേ വേണം. ഭാവിയിലേക്കുള്ള ധനവിഭവ വിതരണത്തിൽ ഒരു എക്സ്റേ വേണം. എക്സ്റേ ഇല്ലാതെ നടക്കാൻ പറ്റില്ല. ആ എക്സ്റേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺസ്റ്റൻസ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കർണാടകത്തിലും തെലങ്കാനയിൽ പൂർണ്ണമായി നടപ്പിലാക്കി. കർണാടകത്തിൽ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. ചില അപാകതകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി അവർ സ്വീകരിക്കും. പക്ഷേ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധി അതിന്റെ ക്രെഡിറ്റ് പോകാതിരിക്കാനാണോ ഇന്നലെ കോൺഗ്രസിനെ മന്ത്രി വിമർശിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തി? അതെനിക്കറിയില്ല. അങ്ങനെ നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ ഈ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളോട് പ്രതിപക്ഷ നിരയിൽ നിന്നും ഭരണപക്ഷ നിരയിൽ നിന്നും അവരുടെ പ്രതികരണം നിങ്ങൾ കണ്ടാൽ മതി. ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. വാട്ട് ഈസ് ദ റിയാക്ഷൻ? ആ ക്രെഡിറ്റ് പോകാതിരിക്കാൻ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് രാജീവ് ഗാന്ധി OBC സംവരണത്തിനെതിരായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് ജനങ്ങൾ നൽകേണ്ടതാണ്. അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നതാണ് ക്രെഡിറ്റ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആശങ്കയില്ല. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണ് കാസ്റ്റ് സെൻസസിന് വേണ്ടി ഇന്ത്യയിൽ പോരാടുന്നതെന്ന് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും കാസ്റ്റ് സെൻസസ് ആവശ്യപ്പെടുന്ന സമൂഹത്തിനും അറിയാം. Subscribe to One India and never miss an update.